കല്യാണം ഇപ്പോൾ അടുത്ത വരവൻ തന്നെയല്ലേ നടക്കുള്ളൂ. അതിപ്പോ അവരോട് സംസാരിച്ച് നോക്കാം, അവരുടെ താല്പര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്താൽ. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കണേ, ഇനിയിപ്പോൾ അവർക്ക് താല്പര്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ? ചോദിച്ചു നോക്കണം. ഉടനെ കയറി ചെല്ലണമെന്നാണ് അവിടെ നിന്ന് വിളിച്ചത്. പിന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം ഇണങ്ങി വരികയാണെങ്കിൽ നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അതാ നല്ലത്. ഇതാണ്ട് ശരിയാ മതി. എത്രാമത്തെ പെണ്ണാണല്ലോ നമ്മള് പോണത്. എല്ലാം കൂടി ഇണങ്ങി വരണ്ടേ? ശരിയാ. അല്ല ഈ മണ്ണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ യോഗാട്ടാ. ഇത് നടന്നു കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയണത്. ഇത് കുട്ടി ഉഗ്ര കുട്ടിയാട്ടോ. പിന്നെ എനിക്കറിയാം, പേഴ്സണാലിറ്റി നമ്മളെ ഒരു സുഹൃത്തുണ്ട്, ഒരു സുഭാഷിന്റെ പെങ്ങളെ മോളാ. ശരി, എന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊരു ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ. അതെ, ആക്സിഡന്റാ. അത് ഇറങ്ങണ്ട. അതെ, ഇവിടെ ആളുകൾ വട്ടം കൂടിയുണ്ട്. എന്തോ ആക്സിഡന്റ്. വേണ്ട, അത് പുലിപാലാവും. നമുക്ക് നോക്കണ്ട. അല്ല, ചോര ഒലിപ്പിച്ച് കിടക്കണില്ലെന്ന്. അവിടെ ഇങ്ങോട്ട് വാ. അവര് നമ്മുടെ വണ്ടി കണ്ടിട്ട് കൈ കാണിക്കുന്നുണ്ട്. വണ്ടി ബാക്ക് എടുക്ക്. ഇല്ല, പറയണത് വണ്ടി ബാക്ക് എടുക്ക്. വേണ്ട, അത് ഇടങ്ങറാവും. ഞാൻ പറഞ്ഞു കേക്ക്. അത് തിരിക്കാനുള്ള പരിപാടി കണ്ട. കാറുള്ളവര് പോലും സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അവര് മനസ്സിലായി, ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. അവര് പോവാണ്, അവര് പെടുമെന്ന് അവർക്കറിയാം. ഇത് നമ്മളൊക്കെ ഈ പോറേ നാട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവരിൽ എന്തെങ്കിലും വന്ന ഇങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെയാണ്? ഇതിപ്പോ നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ഥിതി എനിക്കറിയാലോ. ഹോസ്പിറ്റലിൽ നമ്മൾ പെടും. അതെ, ഒന്നിങ്ങോട്ട് വാ ചേട്ടാ, ഒന്നിങ്ങോട്ട് വാടോ. അനക്ക് 16-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. അതാ ഞാൻ പറയണത്. അതൊന്നും കാര്യമില്ല. അവര് വിളിക്കണ്ട. എടാ, നീ വണ്ടി എടുത്താ അങ്ങോട്ട് എന്താന്ന് നോക്കാം. എന്താ വരില്ല? ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം. ഇടങ്ങറാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ മൊയ്ത് ഒരു മനുഷ്യ ജീവനല്ലേ അത്. നമ്മൾ കണ്ടില്ല. മനുഷ്യന്മാർക്ക് ഇല്ലാത്ത അവിടെ വണ്ടി ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മളെ വിളിക്കണം. എടാ, നീ വണ്ടി എടുത്തേ. ഒന്ന് തിരിക്കാൻ ഞാൻ ആൾക്കാരെ കുറ്റം പറയണ്ട. മോളിന്ന് വണ്ടി തെറ്റിയിട്ട് വന്ന് വീണതാ. ഒരു വണ്ടി ഇത്ര നേരമായിട്ട് കിട്ടിയില്ല. ഇങ്ങനെ കിടത്തണേ നിങ്ങൾക്ക് ആസ്പത്രി കൊണ്ട്. ഈ വണ്ടിയിൽ കയറ്റി ആളെ കൊണ്ടുപോയാൽ പോലെ. ഒന്ന് പിടിച്ചോ. അതെ, ആരെങ്കിലും ഒന്ന് കേറുന്നത്. ഞാൻ ഇത്ര നേരം ഇവിടെ നോക്കി നിന്നത്. എനിക്കൊരു മീറ്റിംഗ് ആള് രക്ഷപ്പെട്ടല്ലോ. അല്ല, ആ പയ്യന് എന്തെങ്കിലും സംഭവിച്ചാ ഒന്നാം സാക്ഷി നിങ്ങളാണ്. എങ്ങനെ ഒന്നാം സാക്ഷി? ഞാനവന് ഒന്നാം സാക്ഷി പോയില്ലടോ നേരത്തെ. അതെ, ഒന്നാം സാക്ഷി പോകുമ്പോ രണ്ടാമത് വന്ന ആള് ഒന്നാം സാക്ഷിയാവും. അപ്പൊ ഇജോ? ഞാൻ 3-ാം സാക്ഷിയാണല്ലോ. ഞാൻ പോവാ. അപ്പൊ ഇജോ ഒന്നാം സാക്ഷി. ഞാൻ പോകുമ്പോ ഇയാളാവും. ആ ചെരുപ്പ് അവിടെ വെച്ചട ഞാൻ കഴിഞ്ഞ അത് കൊണ്ടോണ്ടാ. ചെരുപ്പ് ഓരോരോ ഹാലാക്ക്. അതെ, ചെരുപ്പ് നിങ്ങൾ എടുത്ത് അത് അന്വേഷണം വരുമ്പോ നിങ്ങൾ കുടുങ്ങും കേട്ടാ. അതെ, നിങ്ങൾ ഏത് വഴിക്കാ? ഇല്ല, ഞാൻ എങ്ങോട്ടും അല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ ഇടങ്ങേറിന് നിൽക്കണ്ട. ആ വീട്ടിൽ പോയിട്ട് പെണ്ണ് കണ്ട ആൾക്കാരല്ലേ ഇപ്പൊ നമ്മള്. എന്റെ മൊയ്തു, നീ ഒന്നും മിണ്ടാതിരിക്കേ. നമ്മളൊരു ജീവനല്ലേ രക്ഷിച്ചത്. ജീവൻ രക്ഷിച്ച് ഇവിടെ കൊണ്ടാക്കിയില്ല. ഇനി നമുക്ക് പോയിക്കൂടെ? എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. അയാള് രക്ഷപ്പെട്ടാ ഇല്ലേ? അല്ല, ഉത്തരവാദിത്തപ്പെട്ടവര് വന്നാന്നറിഞ്ഞിട്ട് പോയാ പോരെ. തന്നെയാണ് പോലീസ് വന്നാൽ നമ്മൾ പെടും. ആര് പെണ്ണ? അത്ര തിരക്കുള്ള പെണ്ണിനാണെങ്കിൽ നീ കെട്ടി മിണ്ടാതിരിക്കുന്നേ. അതല്ല, നമുക്കിത് കാര്യം മനസ്സിലാവുന്നത്. ഇത് ഗൾഫല്ല, നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെ വന്ന ഏടാകൂടാണ്. ഞാനൊക്കെ അന്യ നാട്ടിൽ പോയി കിടന്ന് പണിയെടുക്കുന്ന ആളാണ്. എന്തെങ്കിലുമൊക്കെ വന്നാൽ ആരെങ്കിലും പരിചയമില്ലാത്തവരെ ഉണ്ടാവുള്ളൂ. ഒരു മനുഷ്യത്വം വേണം. ഞാൻ പറയേണ്ടത് പറഞ്ഞെന്നുള്ളൂ. ഇതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അനുഭവിക്കുന്നതാണ്. ഇനിയിപ്പോ എല്ലാം ഇപ്പൊ കേറി ഇറങ്ങിയിട്ട് സമയം ഉണ്ടാവില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. നോക്കാം.
ഇവന്റെ ആരോ ഇവിടെ സീരിയസ് ആയിട്ട് കിടക്കണമെന്നോ, നല്ല ടെൻഷനില്ല. അതുപോലെ ആരും പോലും ഇല്ലാത്ത ഒരു തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ. ഓന്റെ പേരക്കാരും ഇതുപോലെ കണ്ടിരിക്കും. ആരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവരറിയാം. സിസ്റ്റർ എന്തായി, ആണോ പെണ്ണോ? ഏത് പേഷ്യന്റിന്റെ? സുമലത. സുമലതേ? ഇവിടെ അങ്ങനെ ഒരു പേഷ്യന്റ് ഇല്ലല്ലോ. അല്ല, പ്രസവത്തിന് കയറ്റിന്ന് പറഞ്ഞ ഇപ്പൊ കോളൊന്നുണ്ടായിരുന്നു, ഭാര്യയായിരുന്നു. എടാ ഇത് കാഷ്വാലിറ്റി അല്ലേ? ആ, പ്രസവിക്കണത് ലേബർ റൂമിലല്ലേ? ഇപ്പൊ അവിടെ അയക്കാം. ഇപ്പോഴല്ല, പണ്ടേ അവിടെ തന്നെയാ. എങ്ങനെ കൊണ്ട് പോണത്? നേരെ പോവാ, എന്നിട്ട് ലെഫ്റ്റിലോട്ട് പോവാ. അവിടെ ലേബർ റൂം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലേ? 1.25 മണിക്കൂർ ഇവിടെ നിക്കണം. പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ. ആരാന്റെ ഭാര്യയായിരിക്കും, അതാണ് അവന് അത്ര ടെൻഷൻ. അതെ, ആ ആക്സിഡന്റ് ആയ പേഷ്യന്റിനെ നിങ്ങളാണോ? എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമില്ല, കുറച്ചും കൂടെ വൈകിയെങ്കിൽ റിസ്ക് ആയനെ. നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തരണം. ഞാൻ പറഞ്ഞില്ലേ, പെട്ട് കൊടുത്തു. എന്റെ പേര് പാരിജാതൻ. ഒരു മിനിറ്റ്. അല്ല, ഇവന്റെ പേര് എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ. ഇവൻ ഈ ആഴ്ച ദുബായിക്ക് പോവുക. അപ്പൊ എന്നാ നിങ്ങളുടെ മതി. എന്റെ കൊടുത്തോളാം. അപ്പൊ ഞാൻ പറഞ്ഞു മൊയ്തു എഴുതിക്കോളൂ. മൊയ്തു AS. അഡ്രസ് അൻസാ മനസ്സില് വെട്ടോളി നഗരം. ഫോൺ നമ്പർ കൂടെ പറയാമോ? നമ്പർ 9847 216. ഓക്കെ, അപ്പൊ എന്നാ പോയിക്കോളൂ. പോവേ? നിങ്ങളുടെ ബന്ധുവാണോ? ബന്ധുവല്ല, റോഡിൽ കിടന്നപ്പോ ഞങ്ങൾ എടുത്തോണ്ട് വന്നേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ? ആരാന്നറിയില്ല. അപ്പൊ കുഴപ്പമില്ല, ഇനി ബാക്കി പോലീസ് നോക്കിക്കോളൂ. ഞങ്ങൾക്ക് ഇനി പ്രശ്നമൊന്നുമില്ല. ഇല്ല. അല്ല, അപ്പൊ ആളുകൾ പറഞ്ഞ് നമ്മള് സാക്ഷി പറയണം, ഇവിടെ നിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ അങ്ങനെ അപകടം പറ്റി കൊണ്ടുവരുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് നിയമം. ആണോ? ഇങ്ങനത്തെ ഈ ബുദ്ധിമുട്ടൊക്കെ കാരണം എത്രയോ ആൾക്കാർ വഴിയിൽ അപകടപ്പെട്ടൊക്കെ കിടക്കുമ്പോ ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോ അതന്നെയാണ് കേസ്. ഈ അപകടം നടന്ന സ്ഥലത്ത് 10-12 ആൾക്കാരുണ്ട്, ഒരാൾക്കും തോന്നില്ല. ഇവന് തോന്നിയതിന്റെ പേരില ഞങ്ങൾ ഇവിടെ എത്തിച്ചു. ഒരാളും തുടണ്ടായില്ലേ, ഞങ്ങള് കണ്ടപ്പോ ഉടനെ തന്നെ ഇവിടെ എത്തിക്കുക ചെയ്തത്. അതാണ്, അത് വലിയ കാര്യം. ഇപ്പൊ വൈകിയെങ്കിൽ അത് ബുദ്ധിമുട്ടായ. ഞങ്ങൾക്ക് പോകാല്ലേ? പോവാ. പിന്നെ അത് മാത്രല്ല, നിങ്ങൾക്ക് 5000 രൂപ പാരിതോഷികം ഉണ്ട്. 5000 രൂപയോ? അത് സർക്കാർ തരുന്നതാണ്. അതായത് ഇങ്ങനെ അപകടം കണ്ടിട്ടേ ആൾക്കാരെ രക്ഷിച്ച് ആശുപത്രിയിൽ കൊണ്ടുവരുന്നവർക്ക് 5000 രൂപ പാരിതോഷികം തരുന്നുണ്ട്. നല്ല സമരിയാൻ പദ്ധതി. എന്താണ് നല്ല സമരിയാൻ പദ്ധതി എന്നാണ് അതിന്റെ പേര്. എന്റെ സിസ്റ്റർ, ഇതൊന്നും സാധാരണക്കാർക്ക് അറിയാൻ പാടില്ല. അല്ല, ഇതൊക്കെ ആൾക്കാർ അറിയണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു പ്രോത്സാഹനം ഉണ്ടെന്ന് പറയുന്നത് നല്ലതല്ലേ? പിന്നെ അത് മാത്രമല്ല, ഈ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യണവരില്ലേ, അവരെ ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കും. അതിൽ തന്നെ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആൾക്കാരെ രക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ തെരഞ്ഞെടുത്ത 10 പേർക്ക് 1 ലക്ഷം രൂപ വരെ പാരിതോഷികമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും വഴി കിടന്ന് മരിക്കൂല സിസ്റ്റർ, ആരെങ്കിലും ആയിട്ട് കൊണ്ടുവരും. അല്ല, അത് വലിയ കാര്യമാണ്. ഈ പദ്ധതി 2026 മാർച്ച് വരെ ഉണ്ട്. ആണല്ലേ? ഇതിപ്പോ ഞങ്ങളെ കേസിലേ എന്റെ പേരാണ് എഴുതി വെച്ചിക്കണേ. 5000 രൂപ എനിക്ക് വേണ്ട കേട്ടോ. ഇവനാണ് മൂപ്പരെ കൊണ്ടുവരാനുള്ള എല്ലാം. അല്ല, ഇവനാണ് ശരിക്കും സമരക്കാരെ. സമരക്കാരനല്ല, നല്ല സമരിയാൻ. അതിലല്ല, ആളുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ.